നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്ക് ബ്രിട്ടനിൽ കർശന നിയന്ത്രണം. 2 ബ്രാൻഡുകൾക്കെതിരായ ശുചിത്വ സംബന്ധമായ ആരോപണത്തെ തുടർന്നാണ് നടപടി. ഇതോടെ ബ്രിട്ടനിൽ എല്ലാ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സൂക്ഷ്മ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എഥിലീൻ ഓക്സൈഡ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹോങ്കോങ് കഴിഞ്ഞ മാസം MDH നിർമ്മിച്ച 3 സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളുടെയും എവറസ്റ്റിന്റെ ഒരെണ്ണത്തിന്റെയും വിൽപ്പന നിർത്തിവച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകളായ MDHും എവറസ്റ്റും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് അവകാശപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ചൈനീസ് സൈബർ ഭീഷണിയെക്കുറിച്ച് ബ്രിട്ടനും US മുന്നറിയിപ്പ് നൽകുന്നു. സൈബർ സ്പേസിൽ നാശമുണ്ടാക്കാൻ ബെയ്ജിങ്ങിന് കഴിയുമെന്ന് വൈറ്റ് ഹൗസ് സൈബർ ഡയറക്ടർ പറഞ്ഞു. ചൈനീസ് സൈബർ ചാരപ്രവർത്തനം എന്നിവയെക്കുറിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഉത്കണ്ഠ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബെയ്ജിംഗ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ചൈനീസ് മിലിറ്ററി ഹാക്കർമാർ സൈബർ സ്പേസിലെ US പ്രതിരോധത്തെ മറികടക്കുകയാണെന്നും അഭൂതപൂർവമായ തോതിൽ US താൽപ്പര്യങ്ങൾ ലക്ഷ്യമിടുന്നതായും US നാഷണൽ സൈബർ ഡയറക്ടർ ഹാരി കോക്കർ സമ്മേളനത്തിൽ പറഞ്ഞു. കിരീടധാരണത്തിന് ശേഷമുള്ള ചാൾസ് രാജാവിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഛായാചിത്രം വെളിപ്പെടുത്തി. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഛായാചിത്രം ആർട്ടിസ്റ്റ് ജോനാഥൻ യോ അനാച്ഛാദനം ചെയ്തു. ചാൾസിന്റെ പിതാവ് ഫിലിപ്പ് രാജകുമാരനെ മുമ്പ് വരച്ചിട്ടുള്ളതും 53 വയസ്സുള്ള യോ ആണ്. ഓഗസ്റ്റ് അവസാനം മുതൽ ലണ്ടനിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ ഡ്രേപ്പേഴ്സ് ഹാളിൽ പോർട്രേറ്റ് പ്രദർശിപ്പിക്കും. ജോലി ചെയ്യുന്നവരോ അല്ലാത്തവരോ ആയ എല്ലാ രക്ഷിതാക്കൾക്കും ശിശു സംരക്ഷണം ഉണ്ടായിരിക്കണമെന്ന് ഇംഗ്ലണ്ടിലെ വിദഗ്ധർ. ഏർലി എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് കെയർ കോയലിഷന്റെ റെസ്ക്യൂ ആൻഡ് റിഫോം മാനിഫെസ്റ്റോ മാതൃക പുനഃപരിശോധിക്കണമെന്ന് ദേശീയ സംഘടനകൾ ആവശ്യപ്പെടുന്നു. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതുൾപ്പെടെ ഇംഗ്ലണ്ടിലെ ശിശുപരിപാലന വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രകടന പത്രിക ഡസൻ കണക്കിന് പ്രമുഖ തൊഴിലുടമകളും യൂണിയനുകളും പിന്തുണച്ചിട്ടുണ്ട്. നിലവിലെ പ്ലാനുകൾ പ്രകാരം മാതാപിതാക്കൾ ആഴ്ചയിൽ കുറഞ്ഞത് 16 മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ പുതിയ 15ഉം 30ഉം മണിക്കൂർ ശിശു സംരക്ഷണ സഹായത്തിന് അർഹതയുള്ളൂ. ആശുപത്രികളിലെ മൃതദേഹങ്ങൾ അഴുകിയതായി റിപ്പോർട്ടുകൾ. ഫ്രീസറുകളുടെ കുറവ് കാരണം ആശുപത്രി മോർച്ചറികളിൽ മരിച്ച രോഗികളുടെ മൃതദേഹങ്ങൾ അഴുകുന്നതായി ഇൻസ്പെക്ടർമാർ കണ്ടെത്തി. ഹ്യൂമൻ ടിഷ്യൂ അതോറിറ്റി ഇംഗ്ലണ്ടിലെ നിരവധി NHS ട്രസ്റ്റുകളിലെ സൗകര്യങ്ങൾ പരിശോധിച്ചു. ലീഡ്സ്, ബ്ലാക്ക്ബേൺ, ലണ്ടൻ, ഓക്സ്ഫോർഡ് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇത് ഉയർത്തിക്കാട്ടുന്നു. 2022ലും 2023ലും നടത്തിയ പരിശോധനകളെ തുടർന്ന് റിപ്പോർട്ടുകളിൽ വിമർശിക്കപ്പെട്ട ആശുപത്രികൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും 2 ട്രസ്റ്റുകൾ അവരുടെ മോർച്ചറികൾ വിപുലീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കോക്പിറ്റിലേക്ക് പുക പടർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് എയർവേസ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലണ്ടനിൽ നിന്ന് ഓസ്ലോയിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനം പുക ഉയർന്നതിനെ തുടർന്ന് അടിയന്തരമായി ആംസ്റ്റർഡാമിൽ ലാൻഡ് ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 5:09 ഹീത്രോയിലെ ടെർമിനൽ 5-ൽ നിന്ന് വിമാനം പുറപ്പെട്ട് 90 മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവം ഉണ്ടായത്. ഇതേ തുടർന്ന് ആംസ്റ്റർഡാമിലെ ഷിഫോൾ എയർപോർട്ടിൽ അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. ഈസ്റ്റ് ലണ്ടൻ ടവർ ബ്ലോക്കിൽ നിന്ന് 180 അടി താഴ്ചയിൽ വീണ 5 വയസ്സുള്ള ആൺകുട്ടി മരിച്ചു. കിഴക്കൻ ലണ്ടനിലെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ മുകൾ നിലയിൽ നിന്നാണ് 5 വയസ്സുള്ള ആൺകുട്ടി വീണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പ്ലാസോയിലെ ന്യൂ സിറ്റി റോഡിലെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് കുട്ടി വീണത്. കോവിഡിന്റെ പുതിയ ജനിതക വകഭേദം UK-യിൽ വ്യാപിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പുതിയ വൈറസ് മാരകമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു. US-ലും ഇതേ വൈറസ് തന്നെ പടരുന്നതായുള്ള വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. 80% ആൾക്കാരിലും രോഗലക്ഷണമായി മൂക്കൊലിപ്പുണ്ടാകുന്നതായാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മെയ് 7-ന് അവസാനിക്കുന്ന ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം UK-യിൽ 1985 കോവിഡ് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുൻപത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 25% വർധനവാണ് കാണിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.